നമ്മളങ്ങനെ മുമ്പോട്ട് വന്നുകൊണ്ടേയിരിക്കുന്ന ഗൈസ്. ഇപ്പം മുമ്പിലും ഇല്ല, പുറകിലും ഇല്ല, ആരുമില്ല. കാട്ടിനകത്ത് ഞാൻ മാത്രം. അമ്മേ. ഇതിനകത്ത് നമുക്കിങ്ങനെ ഭയങ്കര വെറൈറ്റി പൂക്കളോ ചെടികളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇവിടെ. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ ചെറുതായിട്ട് ഇതിനെ നമുക്ക് മാക്സിമം നമുക്ക് യൂസ് ചെയ്യണം. നമ്മുടെ 85-ൻ്റെ ആ ഒരു സുഖമുണ്ടല്ലോ. ഫോക്കസ് ആവുന്നില്ല. യെസ്, നൈസ് അല്ലേ? അതുപോലെ കേസ് ഞാൻ ഒരു ലോങ് പോർഷൻസ് കുറച്ചധികം നമുക്ക് മിസ്സായിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ. ഞാനൊന്ന് ചെക്ക് ചെയ്തായിരുന്നു വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്ക് തന്നെ ഇപ്പോൾ ഓർമ്മയില്ല. കുറേ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട്. ഇതങ്ങ് കടക്കുവാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ഉള്ളിൽ എത്തിയെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടം വരെ ഉള്ളോ? അവിടെ എന്തോ ഒരു മതിൽ പോലെയൊക്കെ കാണുന്നു ദൂരെ. യൂക്കാലിപ്സ് മരങ്ങളാണെന്ന് തോന്നുന്നു അല്ലേ? വാ, നൈസ്. ഇപ്പോൾ യൂക്കാലിപ്സ് മരങ്ങളുടെ ഒരു നൈസ് സംഭവം. പക്ഷേ ഇത് 85-ൽ കവർ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഈ സാധനം. ആ ഒരു ലൈറ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ ദൂരെ, മിഡിലും ലൈറ്റും. പക്ഷെ ഇതിലത് കിട്ടത്തില്ല. നമുക്ക് നോക്കാം, ചുമ്മാ ഒന്ന് കൊടുത്ത് നോക്കാം. ആ ഒരു ഫീല് കിട്ടത്തില്ല. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഈ വഴി എന്ന് പറഞ്ഞാൽ ഈ ഒരു വഴി ഇവിടെ തീരുവാണ്. അവിടെ മതിലാണ്, അപ്പുറത്തോട്ട് നമുക്ക് പോകാൻ പറ്റും. എനിക്ക് നോക്കട്ടെ അവിടെ ഒരു വഴി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. മീൻസ് ലെഫ്റ്റും റൈറ്റും പോകുന്ന വഴി ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ കൊണ്ട് തീരുവാണ്, സ്ട്രെയിറ്റ് വഴി. പക്ഷെ നമുക്ക് കുറേ സബ് വഴികളുണ്ട്. അത് നമുക്ക് എല്ലാം കൂടെ കവർ ചെയ്യാണ്ട് നല്ല പാടായിരിക്കും. ഒരു കാര്യം ചെയ്യും, ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് എടുത്ത് പോകാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ ലെഫ്റ്റ് പോകാം. എന്താണെന്ന് ചോദിച്ചാൽ സണ്ണ് നമുക്ക് അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ വെട്ടം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടെ അങ്ങോട്ട് നോക്കിയാൽ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. ഫ്രണ്ടിൽ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് കിട്ടിയാൽ അത് ബാക്കിൽ നൈസായിട്ട് സംഭവം നമുക്ക് കിട്ടും. ആ ഒരു മരങ്ങൾ ഒരു ഇത് കിട്ടും. പക്ഷേ എന്താ പറയുന്നത്, ഫ്രണ്ടിൽ പക്ഷേ സബ്ജക്റ്റായിട്ട് നമുക്ക് ഒരു വെറൈറ്റി ചെടി പോലും ഇല്ല. എന്തായാലും നമുക്കൊന്ന് സെറ്റാക്കാൻ നോക്കാം. മെയിനായിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആ ഒരു സംഭവം കിട്ടാനാണ് ഉദ്ദേശിക്കുന്നത്. നോക്കട്ടെ. എനിക്ക് തോന്നുന്നത് മാനുവലായിട്ട് ഫോക്കസ് ചെയ്യണം. 85-ൽ അത് ഫുള്ള് ബ്ലോൺ ഔട്ട് ആയി പോകും കേട്ടോ. നമുക്കപ്പം 85 അല്ല 1.8. നമുക്ക് 1.8 വേണ്ട, കുറച്ച് ആ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണം. ശരിക്കും പറഞ്ഞൊരു ട്രൈപോഡ് വേണം കേട്ടോ. അത് ക്ലിയർ ആവുമെന്ന് തന്നെ എനിക്ക് സംശയം. ഇപ്പോൾ 6.3-ലാണ് ഞാൻ ഇട്ടേക്കുന്നത്. നമുക്കതുപോലെ തന്നെ 160-ക്ക് താഴോട്ട് പോയാൽ അതുകൊണ്ട് നമുക്ക് ISO സെറ്റാക്കണം. ക്യാമറ ഷേക്കിൻ്റെ പ്രശ്നം വരും. പക്ഷേ ഇല്ല കേട്ടോ, നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങോട്ട് കിട്ടുന്നില്ല. ISO ഒന്ന് കൂട്ടാൻ 800 ഇടാം. മാക്സിമം 800 ഒക്കെയാണ് നല്ലത്. 8 F8-ലാണ് ഞാൻ ഇട്ടത്. എന്നിട്ടും ഭയങ്കര ബ്ലറാണ്. ഇച്ചിരി കൂടെ ഒന്ന് ബാക്കിലോട്ട് മാറി നോക്കട്ടെ.
ശരിക്കും പറഞ്ഞൊരു വലിയ മോണിറ്റർ ഇല്ലാതെ നമുക്ക് മാനുവൽ ഫോക്കസ് ചെയ്യുമ്പോഴേ അറിയത്തില്ല ഇത് ഫോക്കസ് ആണോ അല്ലയോ. പോരാ, ഈ F8 ഇച്ചിരി മടുപ്പായി പോയി കേട്ടോ. അത് ഫോട്ടോ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് സംഭവം മടുപ്പായി. സ്ക്രീനിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ കിളികളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. വല്ല കടുവായോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓക്കെ ഇത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നോക്കട്ടെ. അറിയില്ല, അത് ബിഗ് സ്ക്രീനിൽ കാണുമ്പോഴേ അറിയത്തുള്ളൂ. ഓക്കെ, നമുക്ക് പയ്യെ മുമ്പോട്ട് നീങ്ങാം. ഇതിനുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഒരു എൻട്രൻസ് ഉണ്ട് കേട്ടോ. 10 രൂപ കൊടുക്കാതെ കയറാം അതിൽ കൂടെ വന്നാൽ. പക്ഷേ ഇതൊരു ബാക്ക് ഗേറ്റ് ആണ് സംഭവം. കണ്ടില്ലേ, ഒരു ഗ്രൗണ്ടാണ്. കുറേ ഇലക്ട്രിക് പോസ്റ്റുകളോ എന്താണ് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഇലക്ട്രിക് പോസ്റ്റ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതുവഴി വന്ന ആൾക്കാർ കയറാറുണ്ട്. അത് അറിയുന്ന ആൾക്കാർ മാത്രമേ ഇതുവഴി വന്ന് കയറാറുള്ളൂ. അത് കുഴപ്പമില്ല. 10 രൂപ എന്ന് പറയുന്ന ഒരു വലിയ സംഭവമല്ലേ ഇതിനകത്ത് കയറാനായിട്ട്. രസമുള്ള സ്ഥലമാണ്. ഇതുണ്ട്, അടിപൊളിയാണ്. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നടന്ന് ക്ഷീണിച്ചു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോകുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. തിരിച്ചു പോകുകയെന്ന് പറഞ്ഞാൽ ഈ ഒരു വഴി കുറേ ടൈം എടുക്കും. എന്തായാലും 1/2 മണിക്കൂർ തിരിച്ച് നടക്കാനെടുക്കും. അതുകൊണ്ടില്ല, മുമ്പിലാണെങ്കിലും പുറകിലാണെങ്കിലും ഒരു മനുഷ്യനില്ല. പക്ഷെ മനുഷ്യർ വരുന്ന സ്ഥലമാണെന്നുള്ളൊരു ആശ്വാസമുണ്ട്. അതുകൊണ്ട് ഒറ്റയ്ക്ക് പോകുന്നതിൽ എന്നുവെച്ചാൽ ഇവിടെ പല ന്യൂസിനകത്തൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഈ കടുവായും പുലിയൊക്കെ ഉണ്ട്. ഇവിടെ അതില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കുമല്ലോ ആൾക്കാർ എപ്പോഴും വരുന്നത്. പക്ഷേ കുറച്ച് ഫ്ലവർ വെറൈറ്റീസും ഒക്കെ വേണമായിരുന്നു. മരങ്ങളും ചെടികളും ഒക്കെ അടിപൊളിയാണ്, സൂപ്പറാണ്. ലൊക്കേഷൻ കിടുവാണ്. നമ്മളിവിടെ നോർമലി കാണുന്ന ഇത് കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ നോർമലി കാണുന്ന ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളു ഇതിനകത്ത്. ഈ ഒരു ഫുട്പാത്ത് കൊള്ളാം, നോക്കാം. ഇവിടെ ഒരു ഒരു പാത്ത് നമുക്കൊന്ന് കറക്റ്റായിട്ട് സെറ്റാക്കി എടുക്കാമെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ മാനുവലിലാണ് കിടക്കുന്നത്. നമുക്ക് ഉണ്ടോ ഐറ്റം നമ്മുടെ മയിലുകളുടെ ബഹളമാണ് അല്ലേ. .8 800 ഷട്ടർ സ്പീഡ്, ISO 100. അതൊക്കെ പാത്തിലൊന്ന് ഫോളോ ഇത് ചെയ്യാൻ നോക്കാമല്ലോ. ഫോക്കസ് പഴയ പോലെ കൈയൊന്നും അത്ര സ്റ്റഡി അല്ലെന്ന് തോന്നുന്നു. ഒരു ബ്രാഞ്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നൈസ്. മയിലിനെ ഒന്നും നമ്മൾ നേരെ കണ്ടില്ല കേട്ടോ. അന്ന് ഫാമിലി ആയിട്ട് വന്നപ്പോൾ ഒരെണ്ണം ഇങ്ങനെ കാട്ടിക്കൂടെ പോകുന്ന കണ്ടായിരുന്നു. മയിലുള്ളതുകൊണ്ട് പാമ്പ് അധികം കാണത്തില്ലെന്ന് വിചാരിക്കാം. നമ്മളങ്ങനെ മുമ്പോട്ട് വന്നുകൊണ്ടേയിരിക്കുന്ന കേസ്. ഇപ്പം മുമ്പിലും ഇല്ല പുറകിലും ഇല്ല, ആരുമില്ല. കാട്ടിനകത്ത് ഞാൻ മാത്രം. അമ്മേ, മയിലിൻ്റെ സൗണ്ട് കേട്ടോ. ദൂരെയാണ് കേട്ടോ, അടുത്തല്ല. ഇത് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. എന്ന് വെച്ചാൽ ഇങ്ങനൊരു എക്സ്പീരിയൻസേ, ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടുക എന്ന് പറയുന്നത് ഒരു സംഭവമാണ്. അമ്മാരെ നൈസാണ്. അപ്പം ഗൈസ്, വീട്ടിൽ നിന്നൊരു കോളായിരുന്നു. ചെറുക്കൻ രാവിലെ കരച്ചിലാണ്. ഇപ്പം സമയം 7 മണി. കാരണം നമ്മളാണ് രാവിലെ ബ്രഷിങ് ഒരുക്കം പരിപാടികളൊക്കെ.
ഇത് കറങ്ങി എപ്പോൾ എത്തും തിരിച്ച് നമ്മൾ. അപ്പോൾ കേസ് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കൊടുക്കുക, നിങ്ങളായിരുന്നെങ്കിൽ ഈ ഒരു സ്ഥലത്ത് വന്ന് 85mm ലെൻസാണ് നിങ്ങളുടെ ഇരിക്കുന്നതെങ്കിൽ ഒരു ചലഞ്ചായിട്ട് എടുത്തോ. ഇതുപോലത്തെ ഒരു സ്ഥലത്ത് എന്ത് ഫോട്ടോ നിങ്ങളെടുക്കും, അല്ലെങ്കിൽ എന്ത് വീഡിയോ നിങ്ങളെടുക്കും? വീഡിയോ എടുക്കാൻ അടിപൊളിയാണ്. ഫോട്ടോ മീൻസ് നമുക്ക് കുറേ ഫ്ലവേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അപ്പുറത്ത് കൂടെ ഒരാൾ ഓടുന്നുണ്ട്. നല്ലതാണ് ഇവിടെ ഓടാനാണെങ്കിലും നടക്കാനൊക്കെ ആണെങ്കിലും. അത് നമുക്കിവിടെ ഒരു ഷോട്ട് എടുക്കാം നൈസായിട്ട്. ഇത് ഒരു ചെറിയ എന്തോ പ്രശ്നമുണ്ട് കേട്ടോ, ഇത്രയും നാളും നമ്മൾ യൂസ് ചെയ്യാഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു. മാക്സിമം ഷട്ടർ സ്പീഡ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ് ഇപ്പോൾ ഫോട്ടോസ് എടുക്കുന്നത്. അത് ഇങ്ങനെ ഒരു പിക്ചർ നമുക്ക് എടുക്കാം. രണ്ടും കൂടെ എങ്ങനെ അത് വരുമെന്ന് നമുക്ക് നോക്കാം. ഇച്ചിരി കൂടെ ബാക്കിലോട്ട് മാറാം. ഓ വേണ്ടൊരു ഒരു സെസ്നയാന്ന് തോന്നുന്നുണ്ട്. അല്ലല്ല സെസ്നയല്ല, അത് വേറെ സെറ്റപ്പാണ്. അതിൻ്റെ പേരെന്താ നമുക്ക് നോക്കണമല്ലോ. സാറിന് നമ്മളിവിടെ ഈ പ്ലെയിൻ ട്രെയിനിങ്ങിനും കാര്യങ്ങൾക്കും നമുക്കൊന്ന് ഇരുന്നെടുക്കാം അല്ലേ. സെസ്നയാണ് യൂസ് ചെയ്യുന്നത്. സെസ്നയുടെ ഒരു മോഡാണ്. അതിൻ്റെ പേര് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ ഫ്ലൈറ്റ് സിമുലേറ്ററൊക്കെ കളിക്കുമ്പോഴത്തേക്കിനും ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു അറിവ് നമുക്ക് കിട്ടും. അതങ്ങോട്ട് ഫോക്കസിങ് കറക്റ്റാകുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ ഇതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ നീക്കി അങ്ങനെ എടുക്കുക, അതായിരിക്കും ബെറ്റർ. ഓക്കെ, ഇത് നൈസായിട്ട് രണ്ടും നൈസാണ്. അതിൽ ഏതാണ് ബെറ്റർ എന്ന് എനിക്കൊരു ഫോക്കസ് മാത്രം കറക്റ്റ് ആയിരിക്കണമെന്നൊരു ഇതേ ഉള്ളൂ. നൈസ്. ലൈറ്റിങ് കുറച്ചും കൂടെ കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചൊരു തണുപ്പുള്ള സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ പേടിക്കും ഒറ്റയ്ക്ക് വന്നാൽ. അതൊരു പ്രശ്നമാണ്. ഓ ഒരു വെറൈറ്റി ഫ്ലവർ നമുക്ക് 85 എങ്ങനെ കയറ്റുമെന്നാണ് എനിക്കറിയാൻ മേലാത്തത്. അത് ടോപ്പ് റൈറ്റ് കോർണറിൽ സെറ്റാക്കാം. നൈസാന്ന് തോന്നുന്നല്ലേ. നൈസാണ്. ഇപ്പം ആദ്യമായിട്ടുണ്ട് വെറൈറ്റി സാധനം ഇവിടെ കണ്ടത്. ഇവിടെ അത് കുറേ ഉണ്ട് കേട്ടോ ഈ ഫ്ലവേഴ്സ്. നിങ്ങൾക്കത് കാണാൻ പറ്റും. ഗോപ്രോയുടെ വൈഡ് ആയതുകൊണ്ട് ഇതാ ഇവിടെ ഒരെണ്ണമുണ്ട്. അങ്ങ് നോക്കിയത് 2-3-4 എണ്ണം. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ അങ്ങനെ ഒരു അത്രയ്ക്കും പ്രോ അല്ല ഫ്ലവേഴ്സിൻ്റെ കാര്യം വരുമ്പോൾ. ഇത് നമ്മൾ മാനുവൽ ഫോക്കസ് ആക്കണമെന്നൊരു മിനിമം ഫോക്കസിങ് ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. നമുക്ക് കുറേ ഈ 85 ഒത്തിരി അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ 85 കിട്ടത്തില്ല. കുറച്ചും കൂടെ ബാക്ക് എടുക്കാം. ഞാൻ ഉദ്ദേശിച്ച സാധനം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ പോലും കാണുന്നില്ലായിരിക്കും. ഓ അത് വരത്തില്ല. അപ്പോൾ ഗൈസ് എങ്ങനെയുണ്ട് സ്ഥലം നിങ്ങളുടെ? അതും ഒരു കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 85 നിങ്ങൾ എങ്ങനെ ഈ ഒരു സ്ഥലത്ത് യൂസ് ചെയ്യും. കുറേ നമുക്ക് കിടിലൻ സാധനം നമുക്ക് കിട്ടും കേട്ടോ 85. മെയിനായിട്ട് ഈ ഒരു റോഡുകൾ ഒരു രക്ഷയില്ല. ചെറിയ ചെറിയ വഴികൾ. ഇവിടെ നിൽക്കണം. ഇവിടെ നിന്നാൽ ആരും യെസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഓക്സിജൻ പാർക്കിൻ്റെ ഇവിടെ വന്നാൽ എനിക്ക് തോന്നുന്നു ഇച്ചിരി എലിവേറ്റഡ് ഏരിയ ആണോ നമ്മൾ നടന്ന് ആ കയറ്റം അറിയാഞ്ഞതാണോ എന്ന് അറിയത്തില്ല. ഇപ്പോൾ ഒരു അങ്ങോട്ട് നോക്കിയാൽ ബാംഗ്ലൂർ സിറ്റി അല്ല കേട്ടോ ഇത്. ആവലഹള്ളി ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം ഇവിടെ. ഇതിലേ പോയാൽ തിരിച്ച് എത്തത്തില്ലേ. ഇത് കുറേ കിടക്കുവാണ്.
ഓരോ പ്രാവശ്യം നമ്മൾ പോകുന്നത് പുതിയ പുതിയ വഴികളായിരിക്കും കേട്ടോ. ഈവനിങ് വന്നാൽ അടിപൊളിയായിരിക്കും, ഒരു സൺസെറ്റ് നമുക്ക് കിട്ടും. ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് നാട്ടിലുണ്ടോ എവിടെയെങ്കിലും ഇങ്ങനെ നമുക്ക് നടന്ന്? എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്? ഇടയ്ക്കിടയ്ക്ക് മനുഷ്യരെ കാണുന്നതിനൊരു ആശ്വാസമാണ്. ഇപ്പം ഞാൻ വഴിതെറ്റി വേറെ ഏതെങ്കിലും നാട്ടിലെത്തിയെന്ന് തന്നെ സംശയമാണ്. ഇതിലൊരു ചെറിയ വഴി പോകുന്നുണ്ട്, ഒന്ന് എടുത്ത് നോക്കാം അല്ലേ. പാമ്പ് അടിക്കായിരുന്നു മതി. ഇതാ പോകുന്നു മറ്റേ സാധനം. രണ്ടും അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. നമുക്ക് തിരിച്ച് പോകേണ്ട സ്ഥലം എനിക്ക് തോന്നുന്നൊരു മറ്റേ കോമ്പസ് ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ നൈസായിരുന്നു. തിരിച്ച് പോകാനുള്ള വഴി കണ്ടുപിടിക്കായിരുന്നു. വഴി അവിടെ പോയിട്ട് തീർന്നാൽ പിന്നെ നമ്മൾ തിരിച്ച് ഇത്രയും നടക്കണം. അങ്ങനെ വരരുത്. എന്നാലും ഇത്രയും ഇത് പ്രിസർവ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം. അതുപോലെ ഇവിടെ വരുന്ന ആൾക്കാരാണെങ്കിലും പാമ്പാണ്. വരുന്ന ആൾക്കാരാണെങ്കിലും പ്ലാസ്റ്റിക് ബോട്ടിലോ ഒരു സാധനം ഇടാതെ അല്ല നൈസായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതും ഒരു അവർ വാതൊക്കെ ചെക്കിങ് പോലും ഇല്ല കേട്ടോ ഞങ്ങളുടെ ബാഗിനകത്ത് എന്താ ഉള്ളതെന്നോ. സാധാരണ ബാംഗ്ലൂർ നമ്മളിപ്പം എന്താണ് നമ്മൾ കബൺ പാർക്ക് ഇവിടം വരെ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. പണിയായി. ഇല്ല, ഇവിടെ നിന്ന് പോകാം, ചാടിപ്പോകാം. അങ്ങോട്ടിങ്ങനെ വഴിയുണ്ട്, അത് കണ്ടില്ലേ. നൈസായിരിക്കും. നമുക്ക് വേറൊരു ദിവസം അങ്ങോട്ട് പോകാം. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് വലിയ റിസ്ക് എടുക്കുന്നില്ല. ഇതിനെ മേളിൽ ചവിട്ടി ഇറങ്ങാമെന്ന് തോന്നുന്നു. വലിയ കല്ലായതുകൊണ്ട് താഴെ പോകത്തില്ലായിരിക്കും. കബൺ പാർക്കാണേലും നമ്മുടെ ആ ഒരു ട്രീ ഒറ്റയ്ക്ക് ഇങ്ങനെയുണ്ടോ, അടിപൊളി. പുറയിൽ ആ ബിൽഡിംഗ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ നൈസായിരുന്നു. ഒറ്റയ്ക്കൊക്കെ ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഭയങ്കര ബ്രൈറ്റ് ആയിട്ടൊരു സ്ഥലമായതുകൊണ്ട് നമുക്ക് അന്യ ISO ഇപ്പോൾ പോകുന്നത് കണ്ടേ. 1.8 ഇട്ടോണ്ടോ കേട്ടോ, അല്ലെങ്കിൽ ഇല്ല. ഇതൊക്കെ ചുമ്മാ ഒരു ഷോട്ടെന്നേ ഉള്ളൂ, അല്ലാതെ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് ക്ലിയർ ചെയ്തെടുത്താൽ അത് ശരിയാകത്തുള്ളൂ. ISO ഭയങ്കര എത്ര ഷട്ടർ സ്പീഡ് 3200 കിടക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കബൺ പാർക്ക്, ലാൽബാഗ്, അവിടെയൊക്കെ ഈ ഫോട്ടോ എടുക്കാനൊന്നും അലൗഡൊന്നുമല്ല. അവിടെ പൈസ കൊടുത്താൽ പോലും അലൗഡല്ല. പണ്ടൊക്കെ അലൗഡായിരുന്നു. പിന്നെ മെയിൻ കാരണം ഈ നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് ഫ്ലാഷും ക്യാമറയും എല്ലാം ആയിട്ട് കൊണ്ടുവന്ന് ആൾക്കാരെ ഡിസ്റ്റേബ് ചെയ്ത്, നാട്ടിലെ പോലെ തന്നെ ഇവിടെ ഡിസ്റ്റേബ് ചെയ്ത് ഇത് ചെയ്യുമ്പോഴത്തേക്കിനും ബാക്കിയുള്ളവർ കംപ്ലൈൻറ്റ് ചെയ്യും. അവിടെ നടക്കാൻ വരുന്ന ആൾക്കാരും അവർ നടക്കുന്ന വഴിയിലൊക്കെ വന്നിരുന്ന് ഫോട്ടോ എടുക്കുക. അത് ഇന്ത്യക്കാരുടെ മൊത്തത്തിലുള്ളൊരു പ്രശ്നമാണ്. ബാക്കിയുള്ളവരെ ഒരു സിവിക് സെൻസ് കുറവാണ് ഓവറോൾ. ലൈറ്റ് ഉള്ളവരെ. പക്ഷേ ഇത് നമുക്ക് ഒരു ബേബി ഷൂട്ടൊക്കെ എടുക്കാൻ നല്ല സ്ഥലമാണ് കേട്ടോ. മോർണിംഗിൽ ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ ഗൈസ് അത് കൺക്ലൂഡ് ചെയ്യുന്നില്ല. ഇതൊരു 1 എപ്പിസോഡ് 2 എപ്പിസോഡായിട്ട് നമുക്കിങ്ങനെ തിരിച്ചു പോവുകയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ ദൂരെ, കുറച്ച് ദൂരെ കേട്ടോ, നമുക്കത് കിട്ടുമോയെന്ന് അറിയത്തില്ല. അതിൽ 85 ആയതുകൊണ്ടാണ് കറക്റ്റ് സണ്ണ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന രീതിയിൽ. എവിടെ അത്? നല്ല പാടാണ് കേട്ടോ ഫോക്കസ് ആക്കാനായിട്ട്. ടുവേഴ്സ് സണ്ണായതുകൊണ്ട് നല്ല പാടാണ്. നമുക്ക് മാനുവൽ ഫോക്കസിലിടാം. ഒക്കെ നൈസായിട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു. നോക്കാം. അപ്പോൾ നമ്മൾ ഒരു ഷോട്ട് എടുത്തു. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഒന്നും കിട്ടിയില്ല കേട്ടോ. സംഭവം ഇതൊന്നൊരു 100 mm 120 mm ഒക്കെ 200 mm ആണെങ്കിൽ അത് നമുക്ക് നന്നായിട്ട് കിട്ടിയാനത് 85 കിട്ടത്തില്ല, അത്രയും ദൂരമുള്ളതൊക്കെ.
ഇവിടെ മറ്റേ പൂക്കൾ കുറേ നിൽക്കുന്നു കേട്ടോ. നമുക്കൊരു അബ്സ്ട്രാക്റ്റ് പിന്നെ സെറ്റാക്കാൻ നോക്കാം. അബ്സ്ട്രാക്റ്റിൻ്റെ കളിയാണ്. ചുമ്മാ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ട് കാര്യമില്ലല്ലോ അല്ലേ. എന്തെങ്കിലും ഒരു നമ്മൾ മറ്റേ മാനുവൽ ഓട്ടോമാറ്റിക് എപ്പോഴും സ്വിച്ച് ചെയ്യാണ്ട് നമ്മൾ മറക്കും. അതാണ്. ഇച്ചിരി എനിക്ക് തോന്നുന്നു ഇങ്ങനെ മേളിലോട്ട് കൊടുത്താൽ ബ്ലോൺ ഔട്ടായി പോകാതെ എടുക്കണം നമുക്ക്. ഇത് കിടിലൻ സ്ഥലം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ബേബി ഷൂട്ടിനൊക്കെ ഒരു രക്ഷയില്ല. ഇങ്ങനെയൊന്ന് കൊടുക്കാം. എനിക്കും സ്ക്രീൻ ശരിക്കും കാണുന്നില്ല. ഇതിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലോട്ടാണ് അതിൻ്റെ എക്സ്പോഷറൊക്കെ പോകുന്നത്. ഭയങ്കരമായിട്ട് ബ്ലോൺ ഔട്ടാണ് കേട്ടോ സംഭവം. നമുക്കൊരു അങ്ങനെ എടുത്താൽ പണിയാണ്. എന്നുവെച്ചാൽ ഇതിനാണ് നമുക്ക് ന്യൂട്രൽ ഡെൻസിറ്റി ഫിൽറ്ററൊക്കെ വേണ്ടത്. മുകളിലെയും താഴത്തെയും കൂടെ ഇതായിട്ട് വരണമെങ്കിൽ. അവിടെ ഒരു ടെമ്പിൾ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ നിന്നാണ് ഈ പാട്ട് വരുന്നത്. നമ്മൾ ഫോട്ടോ എടുത്തില്ല, ഉദ്ദേശിച്ച ഒരു സെറ്റപ്പ് നമുക്ക് കിട്ടിയില്ല. ഇവിടെ ഒരു ചെറിയ നൈസാ കേട്ടോ. ഓക്കേ, ഭയങ്കരമായിട്ട് ഗോസ്റ്റിംഗ് ഉള്ളത് എനിക്ക് തോന്നുന്നു കേട്ടോ. നമ്മുടെ സണ്ണിന് നേരെ ഷൂട്ട് ചെയ്യുമ്പോൾ നേരത്തെ അതില്ലായിരുന്നു ഈ ഒരു ലെൻസിൽ. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ ഞാൻ കാണിക്കാം. തരും കമ്പ്യൂട്ടറിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ കമൻറ്റ് അഗെയിൻ, നിങ്ങൾക്ക് ആവലഹള്ളി ഫോറസ്റ്റ് ഓക്സിജൻ പാർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? ഇതൊരു വെറൈറ്റിയാണ്. ഇത് എനിക്ക് തോന്നുന്നു ആരുടെയും യൂട്യൂബ് വീഡിയോയിലില്ല. മലയാളികളുടെ ഇത് കാണത്തില്ല ഈ ഒരു സ്ഥലം. ഇങ്ങോട്ട് ആൾക്കാർ ഒഴുകുമെന്ന് സംശയമാണ്. കാരണം ടൗണിൽ നിന്ന് ഒത്തിരി വരണം. ഞങ്ങൾക്കാകുമ്പോൾ അരമണിക്കൂറേ ഉള്ളൂ. 11 കിലോമീറ്റർ നമ്മുടെ ഹെബ്ബാളിൽ നിന്ന് 11-12 കിലോമീറ്റർ കൂട്ടിക്കും. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു സീക്രട്ട് ലൊക്കേഷനാണ് ബാംഗ്ലൂർ. ഇവിടെ ആരൊക്കെ വന്നിട്ടുണ്ട്? മലയാളികൾ ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇവിടെ? സീൻ സ്ഥലം കേട്ടോ. രാവിലെ 6 മണിക്കൊന്ന് വരണം. 6:30 എന്ന് പറയുമ്പോൾ തന്നെ ടൈം ഒരു വ്യത്യാസമാണ്. ഒരു മോർണിംഗ് വൈബ് കിട്ടണമെങ്കിൽ കുറച്ചും കൂടെ ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടെങ്കിൽ. ഒരു സീസൺ ആണോ എന്ന് തോന്നുന്നു. ഇപ്പോൾ സീസൺ അല്ലായിരിക്കാം.